15 വർഷത്തെ തൃണമൂൽ കോൺഗ്രസ് ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് പശ്ചിമ ബംഗാളിൽ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലേറുമ്പോൾ സർക്കാരിനെ സുവേന്ദു അധികാരി നയിക്കും. ബംഗാളിൽ BJP സംഘടനയെ നയിച്ച പോരാളികൾ വേറെ തന്നെ ഉണ്ടായിട്ടും ഇത്തവണത്തെ പ്രചാരണ രംഗത്ത് അവരെയൊക്കെ ഒതുക്കി അവിടെ സുവേന്ദുവാണ് നായകനായത്. വെറും 5 വർഷം മുമ്പ് മാത്രം BJPയിൽ ചേർന്ന ഒരാൾക്ക് ഈ പദവികൾ ഒന്നും തന്നെ വെറുതെ കിട്ടിയതല്ല. സുവേന്ദുവിന്റെ രാഷ്ട്രീയ ഗുരുവായിരുന്ന മമതാ ബാനർജിയെ പരാജയപ്പെടുത്തിയതിലൂടെ ജെയിൻ കില്ലറായും ബംഗാൾ കടുവയായും ജനകീയനായ അദ്ദേഹം ഇതെല്ലാം പരിശ്രമത്തിലൂടെ നേടിയെടുത്തതാണ്. ആരാണ് സുവേന്ദു അധികാരി? പശ്ചിമ ബംഗാളിലെ പൂർവ മേദിനിപൂർ ജില്ലയിലെ കാർകുലിയിൽ സിസർ അധികാരിയുടെയും ഗായത്രി അധികാരിയുടെയും മകനായി 1970-ലാണ് സുവേന്ദുവിന്റെ ജനനം. സുവേന്ദു അധികാരി രവീന്ദ്ര ഭാരതി സർവകലാശാലയിൽ നിന്നും പരിസ്ഥിതി പഠനത്തിൽ ബിരുദാനന്തര ബിരുദവും നേടി. 1995-ൽ കോൺഗ്രസ് ടിക്കറ്റ് എടുത്ത് കാന്തി മുനിസിപ്പാലിറ്റി കൗൺസിലറായി. അവിടെ നിന്ന് തുടങ്ങിയ രാഷ്ട്രീയ പ്രവർത്തനമാണ് സുവേന്ദുവിനെ ഇപ്പോൾ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിച്ചത്. 1998-ൽ മമത തൃണമൂൽ രൂപീകരിച്ചപ്പോൾ സുവേന്ദുവും കുടുംബവും പാർട്ടിയിൽ ചേർന്നു. 2007-ലെ നന്ദിഗ്രാം ഭൂമി ഏറ്റെടുക്കൽ വിരുദ്ധ സമരമാണ് സുവേന്ദുവിനെ സംസ്ഥാന നേതാവാക്കി മാറ്റിയത്. ബംഗാളിലെ 34 വർഷത്തെ ഇടതുഭരണത്തിന് അന്ത്യം കുറിക്കാൻ ഈ സമരം നിർണായകമായി. 2009-ലും 2014-ലും ലോക്സഭാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു. 2016-ൽ മമതാ മന്ത്രിസഭയിൽ ഗതാഗത ജലസേചന വകുപ്പ് മന്ത്രിയായി. മമതയുടെ വലം കൈയായി സുവേന്ദു മാറി. പാർട്ടിയിൽ മമതയുടെ അനന്തരവൻ അഭിഷേക് ബാനർജിക്കുണ്ടായ വളർച്ച സുവേന്ദുവിനെ അതൃപ്തനാക്കി. പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ട തന്നെ അവഗണിച്ച് കുടുംബത്തിന് മുൻഗണന നൽകുന്നു എന്ന് അദ്ദേഹം ആരോപിച്ച് സുവേന്ദു തൃണമൂൽ വിട്ടു. 2020 ഡിസംബറിൽ അദ്ദേഹം തൃണമൂൽ വിട്ട് BJPയിൽ ചേർന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നന്ദിഗ്രാമിൽ മമതാ ബാനർജിക്കെതിരെ മത്സരിച്ച് 1956 വോട്ടുകൾക്ക് അവരെ പരാജയപ്പെടുത്തി. മമതയുടെ കോട്ടയായ ഭവാനിപ്പൂരിൽ അവരെ വെല്ലുവിളിച്ചുകൊണ്ട് വലിയ രാഷ്ട്രീയ അട്ടിമറിയാണ് അദ്ദേഹം നടത്തിയത്. പ്രസംഗ ശൈലിയിലും താഴെത്തട്ടിലുള്ള സംഘടനാ സ്വാധീനവും സുവേന്ദുവിനെ BJPയുടെ കരുത്തനാക്കി. എതിർ രാഷ്ട്രീയ പാളയത്തിലെ അടവുകളെക്കുറിച്ച് കൃത്യമായ അറിവുള്ളത് BJPക്ക് വലിയ മുതൽക്കൂട്ടായി. മമതയുടെ ഉദയത്തിന് സഹായിച്ച അതേ സുവേന്ദു തന്നെ അവരുടെ ഭരണത്തിന് അന്ത്യം കുറിച്ചു. കാലം കാത്തുവെച്ച കാവ്യനീതി എന്ന് പറയുന്നത് പോലെ രാഷ്ട്രീയത്തിലെ കാവ്യനീതിയായി മാറി. പുലിമടയിൽ കയറി പുലിയെ പിടിച്ച വേട്ടക്കാരനെ പോലെ മമതയുടെ ആത്മവിശ്വാസത്തെ കെടുത്തി 15,000 വോട്ടുകൾക്ക് സുവേന്ദു ജയിച്ചു. 2026-ലെ തെരഞ്ഞെടുപ്പിൽ 294 സീറ്റുകളിൽ 207 എണ്ണത്തിലും വിജയിച്ച് തൃണമൂൽ കോൺഗ്രസിന്റെ 15 വർഷത്തെ ഭരണത്തിന് അന്ത്യം കുറിച്ചിരിക്കുകയാണ് BJP. പശ്ചിമ ബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരമേറ്റു.